നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയെന്ന ആരോപണവുമായി ഹൈന്ദവ സംഘടനകൾ. ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആഘോഷം നടന്നത്. മഹാക്ഷേത്രത്തിൽ നടന്ന ആചാരലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികൾ പ്രതിഷേധം കടുപ്പിച്ചു. ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തി. ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്രാചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു. കർശന നടപടി ആവശ്യപ്പെട്ട് സംഘടനകൾ ക്ഷേത്രം ട്രസ്റ്റിന് പരാതി നൽകി. ക്ഷേത്ര മര്യാദകൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവാദികൾക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ശശികല ടീച്ചർ പ്രതികരിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പുറത്തുനിന്നെങ്ങനെ മാംസാഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ദുരൂഹമാണ്. പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയതും ഇതിന് നേതൃത്വം നൽകിയത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് എന്നുള്ളതും ഗൗരവത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ മാംസാഹാരം വിളമ്പി പാർട്ടി നടത്തിയത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് എന്നത് ഭക്തരെ ഞെട്ടിച്ചു. ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ട് വിളമ്പിക്കഴിച്ചതും ആഘോഷം സംഘടിപ്പിച്ചതും സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആചാര ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ക്ഷേത്ര ഭരണസമിതി ചെയർമാന് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവർത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് കർമ്മചാരി സംഘ് ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രവും ഓഫീസും പരിപാവനമായ സ്ഥലമാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ്. സ്വച്ഛേധിപതിയെ പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ നടത്തണമെന്നും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും ഉന്നയിച്ചു. വിവാദമായതിനെ തുടർന്ന് ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേർന്നു. ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്നത് അത്യന്തം നിർഭാഗ്യകരമായ സംഭവമാണ്. ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ആചാരമര്യാദകൾ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. ക്ഷേത്ര മര്യാദകൾ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ ഗുരുതരമായ കുറ്റമാണിത്. ഭഗവാന്റെ ശരീരമായാണ് ക്ഷേത്രത്തെ കാണുന്നത്. ശ്രീകോവിൽ പോലെ ഓരോ ഭാഗവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ളിടത്ത് ബിരിയാണി ട്രീറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ജീവനക്കാർ മാംസം കഴിക്കുന്നത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് ഇത് കൊണ്ടുവന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് തരിമ്പ് പോലും വിശ്വാസമില്ലെന്നും ആചാരങ്ങൾ ലംഘിക്കാൻ യാതൊരു മടിയില്ലെന്നും ഇതോടെ കൂടുതൽ വ്യക്തമായി. കേവലം ഒരു ശിക്ഷാ നടപടികൾ ഇതിന് പരിഹാരവുമല്ല. ഭക്തർ മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ജീവനക്കാരാണ് ഇത് ചെയ്തത്.